സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണത്തിന്റെ തിളക്കത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജി. മേളയുടെ വേഗറാണിയായ ആദിത്യ 110 മീറ്റർ ഹർഡിൽസിലും സ്വർണം സ്വന്തമാക്കി. പരിമിതമായ പരിശീലന സാഹചര്യത്തിൽ നിന്നാണ് ആദിത്യയുടെ സ്വർണ്ണക്കുതിപ്പ്. മനീഷ് മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണവുമായി തിളങ്ങുകയാണ് മേളയുടെ വേഗറാണി കൂടിയായിട്ടുള്ള ആദിത്യ അജി. നമുക്ക് ആദിത്യയോട് സംസാരിക്കാം. വേഗറാണിയായി, പിന്നാലെ ഹഡിൽസിൽ സ്വർണം. വളരെ സന്തോഷമുണ്ട്. ഇതിൽ ആദ്യം ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനോട്, എൻ്റെ പേരൻസിനോട്, എൻ്റെ കോച്ചസിനോട്. ഞങ്ങളെല്ലാ കൂടുതലും വന്ന സാബുങ്ങൾ, പിന്നെ ടീച്ചേഴ്സ്, മിസ്മാർ, ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും എൻ്റെ മെഡൽ പ്രതീക്ഷ വന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ മെഡൽ വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ എന്നാലും ഇതിലും കൂടി കുറച്ച് ടൈം ബെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. 100 ആണെങ്കിലും എനിക്ക് ഇന്നലെ ഞാൻ പ്രതീക്ഷിക്കുന്ന റെക്കോർഡാണ്. എനിക്ക് 5 മൈക്രോ സെക്കൻഡിലാണ് റെക്കോർഡ് നഷ്ടമായത്. ഇതിലാണ് നല്ല വ്യത്യാസമുണ്ട്. എന്നാലും ഞാൻ ഒരു ടൈം പ്രതീക്ഷിച്ചതാണ്. എന്നാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലത്തെക്കാളും കുറച്ചും കൂടെ വേഗത്തിലാണ്, അതായത് എതിരാളെക്കാളും വളരെ ദൂരം മുമ്പിലാണ് ഇപ്രാവശ്യം ഹഡിൽസ് ഫിനിഷ് ചെയ്തത്. ആണ് അത് എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഹഡിലാണ് എൻ്റെ മെയിൻ ഇവന്റ്. എനിക്ക് 100-നേക്കാളും കുറച്ചുകൂടി ഈസി ഹഡിലാണ്. കാരണം എനിക്ക് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് 100-ലാണ്. കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് ആണെങ്കിലും എനിക്ക് സെക്കൻഡ് വന്നിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഹഡിലാണ് 100-നേക്കാളും 200-നേക്കാളും ഒക്കെ ഈസി ആയിട്ട് തോന്നുന്ന ഹഡിലാണ്. സാറ് മുമ്പേ പറയുന്നുണ്ടായിരുന്നു പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് പരിശീലനം നടക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ ഗ്രൗണ്ടൊന്നുമല്ല, മഡ് ട്രാക്ക് തന്നെയാണ്. ആ ട്രാക്ക് ആണെങ്കിലും ഫുള്ള് പോയതാണ്. ഞങ്ങളുടെ ജിമ്മാണെങ്കിലും ഒക്കെ ചെറിയ ഇതാണ്. സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ നല്ല ചെറുതാണ്. ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, മലപ്പുറത്ത് നിന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് വരെ പോയാണ് ഞങ്ങൾ സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി പോകുന്നത്. ഒരു തിരൂർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അത് ഫുള്ള് പൊട്ടിപ്പോയി. ഇപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും സ്കൂളിലുള്ള മറ്റു കുട്ടികൾക്കും ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഇനി ഏതെങ്കിലും ഇവന്റുകൾ ബാക്കിയുണ്ടോ? ഇനി എനിക്ക് നാളെ 200 മീറ്റർ ഉണ്ട്. താങ്ക് യു. അപ്പോൾ ആദിത്യ അജിയാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഇരട്ട സ്വർണ്ണമാണ് ആദിത്യ അജി സ്വന്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും അക്ഷയ് വീസിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.